അവിടെയുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് വന്ന് ഫ്ലൈറ്റ് തകർന്നു വീഴുകയാണ് ചെയ്തത്. അത് വലിയ സ്ഫോടനത്തിന് ഇടവച്ചു. ആ സ്ഫോടനം തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നവരിൽ തന്നെ അത് ബാധിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ വലിയ നാശനഷ്ടമാണ്. 133 എന്ന ഒരു കണക്കാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് മരണസംഖ്യ സംബന്ധിച്ച്. പക്ഷേ അതിലും വലുതാവാനാണ് സാധ്യത. 2 NDRF ടീം ഓൾറെഡി ഇപ്പോൾ ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 4 പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർവ്വസജ്ജമായി നമ്മുടെ സംവിധാനങ്ങൾ അതിനൊപ്പം നടത്തുകയാണ്, മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു വിമാന ദുരന്തമായി മാറിയെന്നതാണ് സാഹചര്യം. കാരണം അപകടം ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ ഈ അപകടമുണ്ടായത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് ഉണ്ടാക്കിയ നാശനഷ്ടം ഏറെ വലുതാണ്. ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന സർദാർ വല്ലഭായ് പട്ടേൽ, അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യയുടെ A1171 എന്ന വിമാനമാണ് ടേക്ക് ഓഫിന് ശേഷം 5 മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീഴുന്നത്. 672 ഫീറ്റ് 672 അടി മുകളിൽ നിൽക്കെയാണ് വിമാനം പിന്നീട് താഴേക്ക് പതിച്ചു വീഴുന്നത്. വിമാനം റൺവേയിൽ നിന്ന് ഉയർന്ന് അതിൻ്റെ സ്വാഭാവിക ഉയരത്തിലേക്ക് പറന്നുയരുന്നതിനിടെയാണ് അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം താഴേക്ക് തകർന്നു വീഴുന്നു. താഴേക്ക് തകർന്ന് സമീപത്തെ മെഡിക്കൽ കോളേജിൻ്റെ മെസ്സിൻ്റെ മുകളിലേക്ക് തകർന്നു വീഴുന്നു. ആ മെസ്സിൻ്റെ മുകളിൽ വെച്ചിൻ്റെ പരിസരത്തുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ അടക്കം അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. വലിയ സ്ഫോടനത്തോടെ തകർന്നു വീഴുന്ന വിമാനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ബോയിങ് നിർമ്മിത വിമാനമാണ്. 242 പാസഞ്ചേഴ്സുമായി പറന്നുയർന്ന വിമാനമാണ്. ബോയിങ് 7878 എയർക്രാഫ്റ്റ്. ഇതാണ് ബോയിങ് വിമാനത്തിൻ്റെ മോഡൽ. എന്തായാലും 169 ഇന്ത്യൻ പൗരന്മാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും ഒരു കനേഡിയൻ സ്വദേശിയും 7 പോർച്ചുഗീസ് പൗരന്മാരുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി കൂടി ഉൾപ്പെട്ടിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് പറ്റി എന്ന വിവരവും ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച വിവരം കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. ഈ വിമാനാപകടത്തിൽ എയർ ഇന്ത്യ അന്വേഷണത്തിന് വേണ്ടി എല്ലാ സഹകരണങ്ങളും അധികൃതർക്ക് നൽകുമെന്ന അറിയിപ്പ് കൂടി എയർ ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഒരു മലയാളിയുടെ പേര് കൂടി നമുക്ക് പുറത്തു വരുന്നുണ്ട്. ഒരു മലയാളി കൂടി അപകടത്തിൽ ഉൾപ്പെട്ടു എന്ന വിവരമാണ്. കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ ഉള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ അപകടമുണ്ടാക്കിയ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സമീപത്തെ മെഡിക്കൽ കോളേജിൻ്റെ ബസ്സിൻ്റെ മുകളിലേക്ക് തകർന്നു വന്ന് സ്ഫോടനം നടന്ന ഈ വിമാനം, അതവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ ഈ അപകടത്തിൽ വ്യക്തമാണ്. കെട്ടിടത്തിൻ്റെ ഭിത്തിയും മറ്റും തകർത്താണ് അപകടമുണ്ടായത്. അത്തരത്തിൽ വിമാന ദുരന്തം ഒരു വലിയ ദുരന്തമായി മാറിയ സാഹചര്യമാണ്. വലിയ സ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. രാകേഷ്, അല്പസമയത്തിനുള്ളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായ പ്രതികരണം നമുക്കിതുവരെയും ഉണ്ടായിട്ടില്ല. കാരണം ഇത് സംബന്ധിച്ച് അധികൃതരുടെ ഒരു പ്രതികരണം നിർണായകമാണല്ലോ. എപ്പോഴേക്കും നമുക്ക് ആ പ്രതികരണം പ്രതീക്ഷിക്കാം? കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വ്യോമയാന മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രതികരണം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇപ്പോൾ ഇതിനോടകം തന്നെ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും ഇവർക്കൊപ്പം ഉണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. അവർ അല്പസമയത്തിന് തന്നെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഏതായാലും നിലവിൽ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചിരിക്കുകയാണ്. മറ്റ് ഫ്ലൈറ്റ് ഓപ്പറേഷനുകളൊക്കെ തന്നെ 5 മണി വരെ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി ഇപ്പോൾ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം NDRF സംഘം നിലവിൽ ഗാന്ധിനഗർ അഹമ്മദാബാദിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഗാന്ധിനഗറിൽ നിന്ന് ആണ് കൂടുതൽ NDRF സംഘത്തെ അയച്ചിരിക്കുന്നത്. ഇതിന് പുറമെ വഡോദര അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ NDRF സേനാംഗങ്ങൾ ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു. ഏതായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി, അപകടത്തിൻ്റെ വ്യാപ്തി കൂടുകയാണ്. കാരണം
133 പേരുടെ മരണം ആണിപ്പോൾ ആശുപത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം ഈ അപകടം നടന്ന ശേഷം കൂടുതൽ ആളുകളെ എത്തിച്ചത്, കൂടുതൽ ആളുകളെ കൊണ്ടുപോയത് അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിലാണ്. അവിടെ ഏതായാലും ആശുപത്രി അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് 133 പേർ മരിച്ചു എന്നാണ്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. കാരണം വലിയ തോതിലുള്ള തീ ആളിപ്പടർന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. കാരണം ഒരു കെട്ടിടത്തിലേക്ക് മുകളിലേക്ക് തന്നെ ഈ വിമാനം ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെ അഗ്നിഗോളമായി മാറുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ യാത്രക്കാരിൽ പലർക്കും വലിയ തോതിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പം തന്നെ അധികൃതരൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് പരമാവധി ആളുകളെ രക്ഷിക്കുക, അതിനാണ് പ്രാധാന്യം നൽകുന്നത്. അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിന് തന്നെയാണ് മുൻഗണന നൽകുന്നതെന്ന പ്രതികരണം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ രക്ഷാപ്രവർത്തകരുടെയൊക്കെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വിജയ് രൂപാനി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബോർഡിംഗ് പാസുകൾ അതിനുശേഷം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന്. ഏതായാലും 242 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ സുമീത് സബർവാൾ അദ്ദേഹം പരിചയസമ്പന്നാണ് എന്ന് തന്നെയാണ് DGCA പറയുന്നത്. കാരണം 8200 മണിക്കൂർ അദ്ദേഹത്തിന് വിമാനം പറത്തി പരിചയമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം സഹ പൈലറ്റിനും സമാനമായ രീതിയിൽ അനുഭവ സമ്പത്തുണ്ട്. അദ്ദേഹം ഏതാണ്ട് 1100 മണിക്കൂർ ഇത്തരത്തിൽ വിമാനം പറത്തി പരിചയമുണ്ട് എന്നുകൂടി പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും യന്ത്ര തകരാർ, സാങ്കേതിക തകരാർ തന്നെയാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദീർഘദൂര യാത്രയ്ക്കൊക്കെ തന്നെ പോകുമ്പോൾ ഇത്തരത്തിൽ പരിശോധനകളൊക്കെ തന്നെ നടക്കാറുള്ളതാണ്. ഇത്തരത്തിൽ വിമാനം പറന്നു വരുന്ന 1 മിനിറ്റ്, അതായത് 1:38 വിമാനം പറക്കുന്നു, 1:39 ഇത്തരത്തിൽ മെയ്ഡേ എന്ന അറിയിപ്പ് ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് പൈലറ്റിന്റെ ഭാഗത്തുനിന്ന് എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് ലഭിക്കുന്നു. അതിനുശേഷം ഒരു ബന്ധവും എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് ഉണ്ടായില്ലെന്ന് മാത്രമല്ല തൊട്ടടുത്ത മിനിറ്റിൽ ഈ വിമാനം കെട്ടിടത്തിൽ BJ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ ഇടിച്ചു കയറുകയുമായിരുന്നു. ഏതായാലും ഈ സമയം നിരവധി ഡോക്ടർമാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പലരും ഉച്ച സമയമാണ്, ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു. ഈ ദൃശ്യങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലേറ്റ് കാണാം, ഭക്ഷണാവശിഷ്ടങ്ങൾ കാണാം. അപ്പോൾ നിരവധി ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് BJ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന്. ഏതായാലും മറ്റ് വിവരങ്ങൾ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ അവിടെ നിരവധി കെട്ടിടങ്ങൾക്ക് അഗ്നി ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. തീ കെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഏതാണ്ട് 3-4 വലിയ കൂറ്റൻ കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ തീ കെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതാണ്. അങ്ങനെ അപകടത്തിന്റെ വ്യാപ്തി അത് കൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പരമാവധി പേരെ ജീവൻ നിലനിർത്തുക, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. ഏതായാലും 2013 ഡിസംബറിൽ നിർമ്മിച്ച ബോയിങ്